അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇർഷാദുൽ ഇബാദ് സബ്കി 51. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവേണ്ടതിൻ്റെ അനിവാര്യതയും ഖുശൂ ഉണ്ടാവാനുള്ള ഉപദേശങ്ങളും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങളുമൊക്കെയാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് പറയുന്നു, ഫഇല്ലം യഹ്ദുർ ഖൽബുക ബിമാ ദക്കർന, നാം ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടൊന്നും നിനക്ക് ഹൃദയ സാന്നിധ്യം ലഭിക്കുന്നില്ല എങ്കിൽ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് ബോധം വരുന്നില്ല എങ്കിൽ, വലം തസ്കുൻ ജവാരിഹുക, നിന്റെ അവയവങ്ങൾ നിസ്കാരത്തിൽ അടങ്ങി നിൽക്കുന്നില്ല എങ്കിൽ, അനാവശ്യമായി കൈകൾ ചലിപ്പിച്ചും കണ്ണുകൾ സുജൂദിന്റെ ഭാഗത്ത് നോക്കാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് നോക്കിയും ഒക്കെ നിന്റെ അവയവങ്ങൾ അടങ്ങി നിൽക്കുന്നില്ല, നിന്റെ ഹൃദയത്തിൽ മനസാന്നിധ്യം ലഭിക്കുന്നില്ല, അങ്ങനെ നിനക്ക് എന്നിട്ടും ഖുശൂ കിട്ടുന്നില്ല എങ്കിൽ എന്തുകൊണ്ട്? ലിഖുസൂരി മഅരിഫതിക ബിജലാലില്ലാഹി തആല, അല്ലാഹുവിന്റെ മഹത്വം കൊണ്ടുള്ള നിന്റെ പരിജ്ഞാനത്തിന്റെ പരിമിതി കൊണ്ട്, നീ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തവനായതുകൊണ്ട്, അറിയുന്നതിൽ വീഴ്ച വരുത്തിയത് കൊണ്ട്, അറിവ് കുറവായതുകൊണ്ട്, നിനക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിനക്ക് ഇപ്പോഴും ഹൃദയ സാന്നിധ്യം ലഭിക്കുന്നില്ല എങ്കിൽ, ഫഖദ്ദിർ അന്ന റജുലൻ സ്വാലിഹൻ മിൻ വുജൂഹി അഹ്ലി ബൈതിക യൻദുറു ഇലൈക, ഞാനൊരു മാർഗം പറഞ്ഞു തരാം. നിന്റെ വീട്ടുകാരിൽപ്പെട്ട ഒരു സ്വാലിഹായ വ്യക്തി, ഒരു ഉസ്താദ്, ഒരു നല്ല മനുഷ്യൻ, നിന്റെ കുടുംബത്തിലുള്ള നിന്റെ ബാപ്പ, എൻ്റെ ഉപ്പാപ്പ, അങ്ങനെ ആരെങ്കിലും നിന്റെ നിസ്കാരം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൈഫ സ്വലാത്തുക, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നിന്റെ നിസ്കാരം എന്ന് മാർക്കിടാൻ വേണ്ടിയിട്ട്, അതെ നിന്റെ നിസ്കാരം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇവൻ ശരിക്കും നിസ്കരിക്കുന്നവനാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിന്റെ പിറകിൽ നിന്ന് നിന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും, അല്ലെങ്കിൽ നിന്റെ ആരെങ്കിലും ഉസ്താദുമാര് നിന്നെ വീക്ഷിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കുമ്പോൾ, ആ സമയത്ത് നിനക്ക് ഹൃദയ സാന്നിധ്യം വരുന്നില്ലേ? ആ സമയത്ത് നിന്റെ ഖൽബ് ഹാദിറാവുന്നില്ലേ? ഉണ്ട്. വതസ്കുനു ജവാരിഹുക, നിന്റെ അവയവങ്ങൾ അടങ്ങി നിൽക്കുന്നുണ്ട്. അതെ, പിന്നിൽ നിന്ന് ഒരാൾ നിന്റെ നിസ്കാരം നോക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ നീ നിസ്കാരം കുറച്ച് സ്ലോ ആക്കുന്നുണ്ട്, നിസ്കാരത്തിൽ റുക്കൂലും സുജൂദിലും ചെല്ലേണ്ടതൊക്കെ ചൊല്ലുന്നുണ്ട്, ഇങ്ങനെ നിസ്കാരം നന്നാക്കാൻ നീ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സുമ്മർജി ഇലാ നഫ്സിക, അങ്ങനെ സങ്കല്പിക്കുക ആദ്യം, എന്നിട്ട് നിന്റെ നഫ്സിലേക്ക് നീ മടങ്ങുക, നിന്റെ ശരീരത്തിലേക്ക് നീ മടങ്ങി വഖുൽ, ശരീരത്തിനോട് ചോദിക്കുക, അലാ തസ്തഹീന മിൻ ഖാലിഖികി വ മൗലാകി അല്ലദീ ഹുവ മുത്തലിഉൻ അലൈകി വനാദിറുൻ ഇലാ ഖൽബികി, നിന്റെ സൃഷ്ടാവായ നിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ച് നിനക്ക് യാതൊരു ലജ്ജയുമില്ലേ ശരീരമേ? അല്ലദീ ഹുവ മുത്തലിഉൻ അലൈകി, അതേ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹു, വനാദിറുൻ ഇലാ ഖൽബികി, നിന്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് നീ ലജ്ജിക്കുന്നില്ലേ? അഹുവ അഖല്ലു ഇൻദകി മിൻ അബ്ദിൻ മിൻ ഇബാദിഹി, പിന്നിൽ നിന്ന് ഒരാൾ നോക്കുന്നുണ്ട് എന്ന് സങ്കല്പിച്ചപ്പോൾ, അതേ അദ്ദേഹം നോക്കുന്ന കാരണം കൊണ്ട് നീ നിസ്കാരം നന്നാക്കാൻ ശ്രമിച്ചില്ലേ? അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട വെറും ഒരു അടിമയായ അദ്ദേഹം നോക്കുന്നത് കൊണ്ട് നീ നിന്റെ നിസ്കാരം നന്നാക്കാൻ ശ്രമിച്ചുവെങ്കിൽ, അഹുവ അഖല്ലു ഇൻദകി മിൻ അബ്ദിൻ മിൻ ഇബാദിഹി, അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഈ അടിമയെക്കാളും ചെറുതാണോ നിന്റെ വീക്ഷണത്തിൽ അല്ലാഹു ജല്ല ജലാലുഹു? വലൈസ ബിയദിഹി ദർറുകി വലാ നഫ്ഉകി, ഈ പിന്നിൽ നിന്ന് നിന്നെ വീക്ഷിക്കുന്ന ആൾക്ക് നിനക്ക് ഒരു ഉപകാരം ചെയ്യാനോ ഒരു ഉപദ്രവം ചെയ്യാനോ സാധിക്കുകയില്ല. അതേ സമയം രാജാധിരാജനായ അള്ളാഹു, നിന്നെ പോറ്റി പരിപാലിക്കുന്ന അള്ളാഹു, ആ അള്ളാഹു നിന്റെ ഹൃദയത്തിലേക്ക് സദാസമയവും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിന്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നിട്ടും നിനക്ക് നിന്റെ നിസ്കാരം നന്നാക്കാൻ തോന്നുന്നില്ലല്ലോ എന്ന് നിന്റെ ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് നീ ശരീരത്തിനോട് സംസാരിക്കുക. ഫമാ അശദ്ദ തുഗ്യാനുകി, ശരീരമേ നിന്റെ അതിക്രമം എത്ര കൂടിപ്പോയി, വജഹ്ലികി, നിന്റെ വിവരക്കേട് എത്ര ശക്തമായി പോയി, എത്ര കടുപ്പമുള്ളതായി പോയി നിന്റെ അതിക്രമവും നിന്റെ വിവരക്കേടും. നിന്റെ ആത്മാവിനോടുള്ള നിന്റെ ശത്രുത എത്ര കടുപ്പം കൂടിപ്പോയി. ഇങ്ങനെ ശരീരത്തെ ഉപദേശിച്ചുകൊണ്ട് ഈ രീതിയിൽ നിന്റെ ഹൃദയത്തെ നീ ചികിത്സിക്കുക. നിന്റെ നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യം വന്നേക്കാം. ഏതായാലും നീ മനസ്സിലാക്കണം, പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ്, നിന്റെ നിസ്കാരത്തിൽ നിന്നും നിനക്ക് രേഖപ്പെടുത്തുന്നതല്ല, നീ ബോധപൂർവം നിസ്കരിച്ച ഭാഗമല്ലാതെ, നീ ബോധത്തോടെ ആ ഹൃദയ സാന്നിധ്യത്തോടെ, അതേ ഖുശൂഅോടെ നീ നിസ്കരിച്ച ഭാഗമല്ലാതെ പ്രതിഫലമുള്ളതായിട്ട് നിനക്ക് രേഖപ്പെടുത്തുന്നതല്ല എന്ന് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണെന്ന് നീ മനസ്സിലാക്കണം. നീ അശ്രദ്ധയോടെ ബോധമില്ലാതെ കൊണ്ടുവരുന്ന ഭാഗങ്ങൾ
അത് പ്രത്യക്ഷത്തിൽ നിസ്കാരം സ്വഹീഹാണെന്ന് വിധി കൽപ്പിക്കപ്പെട്ടാലും ബാഹ്യമായി നോക്കുമ്പോൾ അതേ നിസ്കാരം സ്വഹീഹാണ്, നിസ്കാരം ബാത്തിലല്ല, അതേ നിസ്കാരം മടക്കേണ്ടതില്ല, ഫിഖ്ഹ് അനുസരിച്ച് നിസ്കാരം ശരിയാണെന്ന് വിധിക്കപ്പെട്ടാലും ഫഹുവ ഇലൽ ഇസ്തിഗ്ഫാരി അഹ്വജു. പക്ഷേ എന്നാലും ആ നിസ്കാരം ആ നിസ്കാരം ഇസ്തിഗ്ഫാർ ചെല്ലുന്നതിലേക്ക് കൂടുതൽ ആവശ്യമുള്ളതാണ്, തൗബ ചെയ്യാൻ അർഹതപ്പെട്ടതായി മാറുകയാണ്. അതെ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ നിസ്കരിച്ചതിന്റെ പേരിൽ റബ്ബേ നീ പുറത്തു തരണേ എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് അത് ആവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം അത് ശിക്ഷയ്ക്ക് ഏറ്റവും അർഹമായ നിസ്കാരമായി പോകുന്നുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് അള്ളാഹുവിനെ ചിന്തിക്കാതെ കണ്ട് അതേ അനാവശ്യങ്ങള് മനസ്സിൽ കൊണ്ടുവന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ശിക്ഷയ്ക്ക് കാരണമാവാവുന്ന കുറ്റമാണ്, ശിക്ഷക്ക് അർഹതപ്പെട്ട തെറ്റാണ്. ഇസ്തിഗ്ഫാർ ചെല്ലേണ്ട, തൗബ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അവൻ മാറിപ്പോകുന്നുണ്ട്. ഫഹുവ അവൻ ഇലൽ ഇസ്തിഗ്ഫാരി അഹ്വജു ലിഅന്നഹു ഇലൽ ഖുബത്തി അഖ്റബു. قال الفقيه اسماعيل المقري رحمه الله شعر. ബഹുമാനപ്പെട്ട ഫഖീഹ് ഇസ്മായിൽ മുഖരി റഹിമഹുള്ള ഒരു കവിത പാടിയിട്ടുണ്ട്. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാതൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാതൻ, ഒരു ഹൃദയ സാന്നിധ്യവുമില്ലാതെ നീ നിസ്കരിക്കുന്നു. ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി, ഇതുപോലത്തെ നിസ്കാരം കാരണമായിട്ട് മനുഷ്യൻ ശിക്ഷക്കർഹനായി തീരുകയാണ് ചെയ്യുന്നത്. ശിക്ഷ നിർബന്ധമായി തീരുന്ന ഒരവസ്ഥയിലേക്കാണ് അവൻ മാറിപ്പോകുന്നത്. അങ്ങനെയുള്ള നിസ്കാരമാണ് നീ നിസ്കരിക്കുന്നത്. ഒരു ബോധവുമില്ലാതെ, ഒരു വിവരവുമില്ലാതെ നിസ്കാരത്തെ നീ അത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. സൂക്ഷ്മതയ്ക്ക് വേണ്ടി നീ ഒരു റക്അത്തിന് ശേഷം വേറൊരു റക്അത്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും സംശയം, 3ഓ 4ഓ എന്ന സംശയം, അതേ 2ഓ 3ഓ എന്ന് സംശയം. നിസ്കാരം തീർക്കാൻ പോകുമ്പോൾ ഒരു റക്അത്ത് കൂടിയുണ്ടോ, നിനക്ക് ബോധമില്ല എത്ര റക്അത്ത് നിസ്കരിക്കുന്നു എന്ന്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി നീ നിസ്കാരം വർദ്ധിപ്പിക്കുന്നു, ഒരു റക്അത്ത് കൂട്ടുന്നു. അങ്ങനെ ബോധമില്ലാതെ നീ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ കഷ്ടം, നിന്റെ നാശം. ആരോടാണ് സംഭാഷണം നടത്തുന്നതെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? മുഅരിളൻ, അതെ, ആരുടെ മുമ്പിലാണ് അഭിമുഖ സംഭാഷണത്തിന് നീ നിന്നിരിക്കുന്നത്? മുഅരിളൻ, അശ്രദ്ധവാനായിട്ട്, തിരിഞ്ഞു കളയുന്നവനായിട്ട്, തീരെ അങ്ങോട്ട് ശ്രദ്ധയില്ലാതെ ആരുടെ മുമ്പിലാണ് നീ രഹസ്യ സംഭാഷണം നടത്തുന്നതെന്ന് നിനക്കറിയാമോ? ഒരു ലജ്ജയുമില്ലാതെ, ഒരു നാണവുമില്ലാതെ ആരുടെ മുമ്പിലാണ് നീ കുനിയുന്നതെന്ന് നിനക്കറിയാമോ? നീ അവനോട് സംസാരിക്കുന്നു. ഇയ്യാക നഅ്ബുദു, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നല്ലേ നീ ഫാത്തിഹയിൽ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തുഹാതിബുഹു ഇയ്യാക നഅ്ബുദു മുഖ്ബില, നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് നീ അവനോട് അഭിമുഖം നടത്തുന്നു. മുഖ്ബിലൻ അലാ ഗൈരിഹി ഫിഹാ, ആ നിസ്കാരത്തിൽ നീ മറ്റൊരാളിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അതും പറയുന്നത്. ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോഴും നീ മറ്റൊരാളെയാണ് ചിന്തിക്കുന്നത്. ലിഗൈരി ളറൂറത്തി, ഒരു അത്യാവശ്യവുമില്ലാതെ, ഒരു അനിവാര്യതയുമില്ലാതെ. നീ എന്തെങ്കിലും കേസിൽപ്പെട്ട് കുടുങ്ങിയിട്ട് ചുറ്റുപാടും അക്രമികളുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ ഓടിക്കുന്നത് കൊണ്ടോ, നീ എന്തെങ്കിലും വന്യജീവികൾ നിന്നെ ലക്ഷ്യം വെക്കുന്നത് കൊണ്ടോ, അങ്ങനെ യുദ്ധത്തിന്റെ അവസ്ഥയിലോ, അങ്ങനെ ഒരു മുൾത്തറായ അവസ്ഥയിലോ അല്ല നീ നിസ്കരിക്കുന്നത്. നീ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശാന്തമായി നിസ്കരിക്കുകയാണ്. അപ്പോഴും നീ അള്ളാഹുവിനെ ചിന്തിക്കുന്നില്ല. ഒരു നിർബന്ധ ആവശ്യവുമില്ലാതെ നീ അകാരണമായിട്ട്, അനാവശ്യമായിട്ട് മറ്റുള്ളതിലേക്കാണ് നിന്റെ ചിന്ത പോയിക്കൊണ്ടിരിക്കുന്നത്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറയുമ്പോഴും നീ അള്ളാഹുവിനെ ചിന്തിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിന്നോടൊരുത്തൻ സംസാരിക്കുമ്പോൾ
നിന്നോട് ഒരുത്തൻ സംസാരിക്കുമ്പോൾ അവൻ നിന്നിലേക്ക് ശ്രദ്ധിക്കാതെ അവന്റെ കണ്ണ് മറ്റ് പലതിലേക്കും ആക്കി കഴിഞ്ഞാൽ അവനോട് എത്രമാത്രം വെറുപ്പും ദേഷ്യവും നിനക്കുണ്ടാവും. നിന്നോട് ഒരാൾ സംഭാഷണം സംസാരിക്കുന്ന നീ അയാളാണെങ്കിൽ നിന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അയാൾ നിന്നോട് പലതും പറയുന്നുണ്ട്, പക്ഷെ പല വിഷയത്തിലേക്കുമാണ് അയാളുടെ ശ്രദ്ധ പോകുന്നത്. അയാളുടെ കണ്ണ് മറ്റു പലതിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ നേരെ നോക്കുന്നില്ല, നിനക്ക് മുഖം തരുന്നില്ല, നിന്നെ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ അയാളോട് എത്ര വിഷമവും ദേഷ്യവും നിനക്കുണ്ടാവും. നീ വേർതിരിയും. നിന്റെ മുഖത്ത് തിരിച്ചറിയാനാവും അവനോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ. എന്നാൽ നീ ചിന്തിക്കടോ, അമാ തസ്തഹി മിൻ മാലികിൽ മുൽക്കി അയ്യറ സുദൂദക അൻഹു യാ ഖലീലൽ മുറൂഅതി. അമാ തസ്തഹി, നീ ലജ്ജിക്കുന്നില്ലേ? മിൻ മാലികിൽ മുൽക്ക്, രാജാധിരാജനായ അല്ലാഹുവിനെ കുറിച്ച് നിനക്കൊരു ലജ്ജയുമില്ലേ? അയ്യറാ സുദൂദക അൻഹു, നിന്റെ ഈ കളി, നിന്റെ ഈ തിരിഞ്ഞു കളയൽ, നിന്റെ ഈ അശ്രദ്ധ, അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കെ നീ മറ്റൊരിടത്തിലേക്ക് നോക്കുക, ശ്രദ്ധിക്കുക എന്നുള്ള നിന്റെ ഈ തിരിഞ്ഞു കളയൽ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിനക്കൊരു ലജ്ജയുമില്ലേ? യാ ഖലീലൽ മുറൂഅതി, ഹേ വ്യക്തിത്വം കുറഞ്ഞ മനുഷ്യ, ലജ്ജയില്ലാത്ത മനുഷ്യ. ഇലാഹിഹ്ദിനാ ഫീമൻ ഹദൈത വഖുദ് ബിനാ ഇലൽ ഹഖ് നഹ്ജം ഫീ സവാഇത് ത്വരീഖതി. അല്ലാഹുവേ, ഞങ്ങളെ നീ ഹിദായത്തിലാക്കണേ. ഇഹ്ദിനാ ഫീമൻ ഹദൈത്, നീ ഹിദായത്താക്കിയവരോടുകൂടെ നീ ഞങ്ങളെ ഹിദായത്തിലാക്കണേ, ഒന്നാക്കണേ റബ്ബേ. വഖുദ് ബിനാ ഇലൽ ഹഖ് നഹ്ജം ഫീ സവാഇത് ത്വരീഖതി, നേരായ മാർഗത്തിൽ, ചൊവ്വായ വക്രതയില്ലാത്ത ഋജുവായ മുസ്തഖീമായ പാതയിൽ അല്ലാഹുവേ ഞങ്ങളെ നീ വഴി നടത്തണമേ. ഞങ്ങളെ നീ ഹഖിലേക്ക് പിടിച്ചുയർത്തണമേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.